ഹലോ ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. സോ ഇന്ന് ആസ് യൂഷ്വൽ ഓഫീസിൽ നിന്ന് തന്നെയാണ് പോയിരിക്കുന്നത് ഫുഡ് അടിക്കാൻ. ഉച്ചയായപ്പോഴത്തേക്കും ലഞ്ച് കൊണ്ടുപോയില്ല. പിന്നെ അതിപ്പോൾ ഒരു സ്ഥിരം പല്ലവിയായി മാറിയിട്ടുണ്ടെന്നാണ് എനിക്കും പറഞ്ഞ് അങ്ങ് മടുത്തു. എനിവേസ് ഇന്നിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയതും സുട ഇഡ്ഡലിയിലാണ് കേട്ടോ. ഒത്തിരി കാലമായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഈ സുട ഇഡ്ഡലിയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യണം എന്നുള്ളത്. ആ സമയത്താണ് അവർ മീൽസ് ലോഞ്ച് ചെയ്തത്. മീൽസ് എന്ന് പറഞ്ഞാൽ 120 രൂപയ്ക്കിടെ നല്ല അടിപൊളി വെറൈറ്റി മീൽസാണ്. ഒരു മാംഗോ റൈസും കേർഡ് റൈസും അതുപോലെ ബിസ്ബില്ലാബാദ്, എനിക്ക് തോന്നുന്നു നമ്മുടെ സാമ്പാർ റൈസ്, അതാണ് മെയിൻ സാധനം. അപ്പോൾ ഇതിൻ്റെ ഒരു കോംബോ ആയിരുന്നു കേട്ടോ 120 രൂപയ്ക്കും. ഇതിനകത്ത് ആക്ച്വലി ബജി ഉണ്ട്, അതുപോലെ നമ്മുടെ മുളകുണ്ടല്ലോ, നമ്മുടെ ഈ ചോറിനൂടെയൊക്കെ കഴിക്കുന്ന ആ മുളക്, അതുപോലെ ഫ്രൈസ്, പിന്നെ കേസരി ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറയല്ലോ, എനിക്ക് ആ കേസരി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഒരു ഓവർ മധുരമില്ല, എന്നാൽ ഭയങ്കര ആ ഒരു എന്താ പറയുക, ഒരു സ്വീറ്റ് കഴിച്ചൊരു ഫീലും ഉണ്ട്. അങ്ങനത്തെ ഒരു അടിപൊളി സാധനമായിരുന്നു. ആൻഡ് ആ വാഴയ്ക്ക ബജി ആണെങ്കിലും നല്ല അടിപൊളി സാധനം. പിന്നെ പിക്കിളും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ കേർഡ് റൈസിനോടൊന്നും വലിയ താല്പര്യമുള്ള കക്ഷിയൊന്നുമില്ല, പക്ഷേ ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ കേർഡ് റൈസാണ് കേട്ടോ. അതുപോലെ തന്നെ മാംഗോ റൈസ്, ഇതൊക്കെ എനിക്കൊന്ന് വേറെ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഫുഡ് എന്തോ ആണ്, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ മാംഗോ റൈസിൻ്റെ ആ ഒരു പുളിപ്പും അതുപോലെ ആ ഒരു മധുരവും ആ മാംഗോ ഒക്കെ കടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉള്ളത്. നമ്മൾ സാധാരണ നമ്മുടെ ചോറും അവിയലും മീനും പരിപ്പൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു വേറെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. മസ്റ്റ് ട്രൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒന്നും പറയില്ല, പക്ഷേ നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ടേസ്റ്റ് മാറി വേറൊരു സാധനം നമുക്ക് ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ല രസമാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ മൂന്നിൽ കേർഡ് റൈസാണ്. എന്തോ എനിക്കത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ സീരിയസ്ലി എനിക്ക് കേർഡ് റൈസ് ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല, പക്ഷേ എനിക്ക് ഈ കേർഡ് റൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതും ആ മുളകൊക്കെ കൂട്ടി എനിക്ക് അടിക്കണം. വാഹ്, നൈസ്. എനിക്കിപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്ക് കൊതി തോന്നുന്നുണ്ട് ഇതിപ്പോൾ വീണ്ടും പോയി കഴിക്കാനായിട്ട്. 120 രൂപയേ ഉള്ളൂ. പക്ഷേ ആദ്യം ഇത് കിട്ടിയപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇത് ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണല്ലോ, ഇത് വയറ് നിറയൂ എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഇത് കഴിച്ച അവസാനമായപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്താൽ മതി എന്നൊരു അവസ്ഥയിലോട്ട് എത്തിക്കൊണ്ടിരുന്നത്. കാരണം നമ്മുടെ വയറൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ട്. ആദ്യം ഞാൻ പറയുകയും ചെയ്തു, രണ്ടാമത് ചോദിച്ചവർ തരുമോ എന്തോ, ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു കഴിക്കാനിരുന്നത്. പക്ഷേ അവസാനമായപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഫുഡ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ പെടാപ്പാട് ഇടുന്നുമുണ്ട്. കാരണം അത്രയും ക്വാണ്ടിറ്റിയൊക്കെ നമ്മൾ നോർമൽ ഒരാളുടെ വയറ് നിറയ്ക്കാനുള്ള ആവശ്യമുള്ളൂ. പിന്നെ ആ സമയത്ത് ഞാൻ ഡയറ്റാണ്. ആക്ച്വലി ഡയറ്റ് എന്ന് പറയുന്നത് നാട്ടിൽ കിടക്കുന്ന എല്ലാ കടയിലും പോയി ഞാൻ തിന്നുന്നുണ്ട്, അത് മറ്റൊരു സത്യം. എനിവേസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കേർഡ് റൈസും പിക്കിളും ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്രഞ്ചി ബൈറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രെയിംസിൻ്റെ വേറൊരു ഐറ്റംസാണ് ഫ്രൈസ്, അതൊക്കെ ഉണ്ടായിരുന്നു. അതായത് പപ്പടത്തിന് പകരമുള്ള സംഭവം, പക്ഷേ അത് നല്ല സാധനമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സാമ്പാർ റൈസ്, ഞാൻ ആക്ച്വലി പറയാം ഈ സാമ്പാർ റൈസിൽ ഫുൾ ബീൻസ് ആണല്ലോ എന്ന്. കാരണം കുറേ ബീൻസ് എനിക്കതിൽ നിന്ന് കിട്ടിയത്. എനിക്ക് സാധാരണ നമ്മുടെ സാമ്പാറിലൊന്നും നമ്മൾ ബീൻസ് ഇടാറില്ലല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞിങ്ങനെ ചിരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അവർ സ്പൂണ് തന്നുകൊണ്ടാണ് ഈ സ്പൂണിലൊക്കെ ഇട്ട് കഴിക്കുന്നത്. നമുക്ക് കൈയാണ് സൗകര്യം, എന്നാലും പിന്നെ വീഡിയോ ഒക്കെ എടുക്കണം, ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യണം, അതുപോലെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഫോണിൽ സ്ക്രീനിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് സ്പൂണിട്ട് കഴിക്കണം. പക്ഷേ ഇപ്പോൾ എന്ത് ആഹാരമാണെങ്കിലും നമ്മൾ കൈ കൊണ്ട് കുഴച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റും ആ ഒരു ഫീലും ആ ഒരു വൈബൊക്കെ നമുക്ക് വേറെ എങ്ങനെ ഈ സ്പൂണൊക്കെ ഇട്ട് കഴിച്ചാലും കിട്ടത്തില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തോ അന്ന് എനിക്ക് സ്പൂണിൽ കഴിക്കാനൊരു കൊതിയൊന്നുമല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ സ്ക്രീനിൽ ആക്കണ്ട, ടച്ച് ചെയ്യുമ്പോഴും ഒക്കെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കയ്യിൽ ആക്കാണ്ട് കഴിച്ചതാണ്. പക്ഷേ എന്തായാലും കഴിക്കുന്ന ഫുഡ് നേരെ വയറ്റിലോട്ടാണ് ചെല്ലുന്നത്. ഏത് രീതിക്ക് കഴിച്ചാലും അത് മറ്റൊരു സത്യം. അങ്ങനെ ഞാൻ വല്ലവിധനെയൊക്കെ ചോറൊക്കെ കഴിച്ചു. ചോറല്ല, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റൈസ്, യെസ്, നമ്മൾ അങ്ങനെ വേണം പറയാം, പുച്ഛിക്കാൻ പാടില്ല. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ എൻ്റെ കേസരി കഴിക്കണം. എൻ്റെ പൊന്നോടെ അടിപൊളി കേസരി ആയിരുന്നു കേട്ടോ. ഓവർ മധുരവും ഇല്ല, പക്ഷെ നല്ല സാധനം. ആൻഡ് പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇവരുടെ ആംബിയൻസ്. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. അവരുടെ ഇൻറ്റീരിയേഴ്സൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ടാണ്. ആൻഡ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പേയ്മെൻറ്റൊക്കെ കൊടുത്തിട്ട് അവിടുത്തെ മെയിൻ ഡിഷസ് എല്ലാം അവരുടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നോക്കി. സോ എല്ലാവരും മസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഒരു തവണയെങ്കിലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യണം. ഇവരുടെ ഇഡ്ഡലി മാത്രമല്ല, അവരുടെ എല്ലാ ഫുഡും അടിപൊളിയാണ്. ആക്ച്വലി ഇഡ്ഡലിയിലാണ് ഇവർ മെയിനായിട്ട് എന്താ പറയുക PhD എടുത്ത ടീംസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ലൊക്കേഷനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ SP ഫോർട്ട് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്, അത് പത്മനാഭ സംക്ഷേത്രത്തിൻ്റെ ബാക്കിൽ. അപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഒന്ന് ജ്യൂസ് എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള ഷോപ്പിലോട്ട് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഹീൽസ് ഇട്ട് നടക്കുന്നത് കാരണം ഇവിടെ ഫുൾ കുണ്ടും കുഴിയല്ല, പക്ഷേ സ്ലാബിനകത്തൊക്കെ ഉള്ള ആ ഒരു ഹോളുണ്ടല്ലോ, അപ്പോൾ അതിൽ കാലായാൽ പെടുന്നുള്ളതുകൊണ്ട് ഞാനിങ്ങനെ സൂക്ഷിച്ച് നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് കാറ്
ഇച്ചിരി ദൂരം ഇട്ടുകൊണ്ട് ആക്ച്വലി കാർ ഇട്ടിരുന്നത് ഈ ഒരു ജ്യൂസ് ഷോപ്പിൻ്റെ അടുത്താണ്. കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ ഈ ഒരു അടിപൊളി ജ്യൂസ് ഷോപ്പ് കാണുന്നുണ്ട് കേട്ടോ. ഇതൊരു ജ്യൂസിൻ്റെ കടയാണോ അല്ലെങ്കിൽ ഫ്രൂട്ട് സ്റ്റോളാണോ എന്നൊക്കെ എനിക്ക് കൺഫ്യൂഷനായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം മര്യാദയ്ക്ക് പോയിട്ട് ലെമൺ ജ്യൂസ് പറഞ്ഞപ്പോൾ, നാരങ്ങ വെള്ളം, ഓക്കെ, ബോഞ്ച് വെള്ളം പറഞ്ഞപ്പോൾ ഇവിടെ ഒരാൾ ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് പറഞ്ഞു. ആൾ കുറച്ചേ ക്വാണ്ടിറ്റി കാണുള്ളൂ എന്ന് പറഞ്ഞതാണ്, പക്ഷെ 2 ആവിലാണ് അവരെടുത്ത് തന്നത്. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കുടിച്ചിട്ട് പോലും അത് തീരുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ആ സമയത്തേക്കും ഞങ്ങൾക്കുള്ള ലെമൺ ജ്യൂസ് വന്നു, നാരങ്ങ വെള്ളം വന്നായിരുന്നു. എന്തിനാണെന്നറിയില്ല, വായിൽ ലെമൺ ജ്യൂസ് എന്ന് വരുന്നു. എനിവേസ്, നാരങ്ങ വെള്ളം വന്നു. അതും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നുള്ള വെള്ളം കുടിക്കാൻ, പക്ഷേ അത് ഫുള്ളി നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് തീർത്തു. അങ്ങനെ സന്തുഷ്ടമായി. ഇന്നത്തെ ഉച്ചഭക്ഷണവും കഴിഞ്ഞു, വയറൊക്കെ ഫില്ലായിട്ടാണ് നേരെ ഓഫീസിലോട്ട് തിരിച്ചു പോയത്. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഓക്കെ, ബൈ.